തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് കാക്കൂരിൽ ലൈംഗികാതിക്രമ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വ്യാപാരിയിൽ നിന്നും പണം തട്ടിയ സംഭവത്തിൽ ഹനുമാൻ സേന നേതാവും യുവതിയും പിടിയിൽ. ഹനുമാൻ സേന സംസ്ഥാന ചെയർമാനും വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശിയുമായ ഭക്തവത്സലൻ, കാക്കൂർ മുതുവെട്ടുതാഴം പാറക്കൽ ആസ്യ എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കാക്കോടിക്ക് സമീപം കുമാരസ്വാമിയിലുള്ള വയോധികനായ വ്യാപാരിയെയാണ് ഇരുവരും ചേർന്ന് ലൈംഗികാതിക്രമ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയത്. പോലീസിൽ പരാതി നൽകാതിരിക്കാൻ വ്യാപാരിയോട് 6 ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. ആദ്യ ഗഡുവായി 50,000 രൂപ ഭക്തവത്സലിൻ്റെ അക്കൗണ്ടിലേക്ക് നൽകിയിരുന്നു. വീണ്ടും ഭീഷണി ശക്തമായതോടെയാണ് സുഹൃത്തിനോട് വ്യാപാരി സംഭവം പറയുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം പരാതിയുമായി കാക്കൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരെയും പിടികൂടുകയായിരുന്നു. ആസൂത്രിത തട്ടിപ്പിൽ പങ്കുള്ള 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവരും കോഴിക്കോട് ജില്ലക്കാരാണ്. പ്രതികൾ സമാന തരത്തിലുള്ള കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും മാധ്യമപ്രവർത്തകനുമായ ഹമീദ് പരപ്പനങ്ങാടിയെ 2007 വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭക്തവത്സലൻ 1-ാം പ്രതിയായിരുന്നു. പിന്നീടാണ് ഹനുമാൻ സേനയുടെ തലപ്പത്ത് എത്തുന്നത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.